ഹായ് ഫ്രണ്ട്സ്, എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് റെസിൻ വെച്ചിട്ടൊരു കീ ചെയിൻ ചെയ്യാൻ പഠിച്ചാലോ? ഇത് വളരെ സിമ്പിളാണ്. അതിനായിട്ട് ആദ്യമേ നമുക്ക് വേണ്ടത് റെസിൻ ചെയ്യാനായിട്ടുള്ള മോൾഡാണ്. സിലിക്കൺ മോൾഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പല ഷേപ്പിൽ കിട്ടും. നമുക്ക് എങ്ങനെയാണോ പ്രിഫറൻസ് അതനുസരിച്ചിട്ടുള്ള മോൾഡുകൾ എടുക്കുക. ഇതിന് വളരെ കുറവ് ക്വാണ്ടിറ്റിയിൽ മതി നമുക്ക് റെസിന്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മോൾഡ് ഈ പറഞ്ഞാൽ നമുക്ക് പല ടൈപ്പിൽ കിട്ടുമല്ലോ. ഹോളുള്ളതും ഹോളില്ലാത്തതും കിട്ടും. ഞാനിവിടെ ഒരെണ്ണം മാത്രമാണ് ഹോളുള്ളത് എടുത്തേക്കുന്നത്, ബാക്കി രണ്ട് ഹോളില്ലാത്തതാണ്. ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മോൾഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനകത്ത് പൊടിയൊന്നും ഇല്ലെന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് സൈഡിലും വിസിബിൾ ആയിട്ടുള്ള ഫോട്ടോസ് വെക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഒരേ സൈസിലുള്ള ഫോട്ടോസ് രണ്ടെണ്ണം പ്രിൻ്റ് എടുത്തിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു ഫെവിക്കോൾ വെച്ചിട്ട് നമ്മളിത് രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോളുള്ളത് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഫോട്ടോ ആ അളവിൽ അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. എന്നിട്ട് എല്ലാ മോൾഡിലും നമ്മൾ ഫസ്റ്റ് ഫോട്ടോ റെസിൻ ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് വെച്ച് നോക്കുക. എവിടെയെങ്കിലും എഡ്ജസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. കാരണം റെസിനിൽ ഡിപ്പായി കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും പിന്നെ ഈസി അല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. ഇവിടെ ഹോൾ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ചെറിയൊരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിൻ പോർ ചെയ്യാമേ. ഞാനിവിടെ ചെയ്യുന്ന ഇത് തന്നെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഒരു ചെറിയ ലെയർ റെസിൻ നമ്മൾ മോൾഡിനകത്തേക്ക് പോർ ചെയ്യും. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള റെസിൻ ഫോട്ടോ അതിനകത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ഒരു ലെയർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം, അതിന് മിനിമം ഒരു 8 hours വേണം നമുക്കിതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബബിൾസ് വരുന്നതൊക്കെ സാധ്യത കുറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ലെയർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ബബിൾ ബസ്റ്റർ സ്പ്രേ ഉണ്ട്, അത് നമ്മൾ ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡ് ആകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് മാത്രമല്ലേ വിസിബിൾ ആകത്തുള്ളൂ. താഴത്തെ സൈഡ് നമ്മൾ ഡീമോൾഡ് ചെയ്യുന്ന സമയത്തേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബബിൾസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഈ സ്പ്രേ യൂസ് ചെയ്യുന്നത്. ഈ സ്പ്രേക്ക് അങ്ങനെ വലിയ വിലയൊന്നുമില്ല, 100 രൂപ താഴെയുള്ളൂ. അപ്പോൾ റെസിൻ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണ് ഈ ഒരു ബബിൾ ബസ്റ്ററെ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതാവും. എളുപ്പം അതാണ് കേട്ടോ, ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സെയിം മെത്തേഡ് തന്നെ നമ്മൾ നമ്മുടെ ഹാർട്ട് ഷേപ്പിനും അതേപോലെ തന്നെ റെക്റ്റാങ്കിളിലും ചെയ്യുന്നത്. ആദ്യമേ ഒരു ലെയർ നമ്മൾ റെസിൻ പോർ ചെയ്തു. അത് നമ്മൾ ആ ഒരു എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്ന ഒരു സ്റ്റിക്ക് കാണുമല്ലോ, ആ സ്റ്റിക്ക് വെച്ചിട്ട് കോരി ഒഴിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ആയി പോവേ. കീ ചെയിൻ ആകുമ്പോൾ ഒരുപാട് കട്ടിയിൽ ചെയ്യാൻ നിൽക്കരുത്. അത് പിന്നെ നമുക്ക് ഹോൾ ഇടാൻ പാടായിരിക്കും, കീ ചെയിൻ്റെ ചെയിൻ ഇടാനൊക്കെ പാടായിരിക്കും. അപ്പോൾ തിന്നായിട്ടുള്ളത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഉള്ളത് നല്ലതായിട്ട് ചെയ്യുക ഫോട്ടോസ്. പിന്നെ ഹാർട്ട് ഷേപ്പിലൊക്കെ റെസിൻ്റെ കീ ചെയിൻ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് അതിന് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻ്റ് ഇല്ല. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് ആ അളവിൽ നമുക്ക് ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഹാർട്ട് ഷേപ്പ് ആകുമ്പോഴത്തേക്കിനും ഉള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാർട്ട് ഷേപ്പിന് നമുക്ക് കറക്റ്റ് ഒരു മെഷർമെൻ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരു ഊഹം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കണത്. ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹാർട്ട് ഷേപ്പ് മോൾഡും കൂടെ കൊണ്ടുപോകും സ്റ്റുഡിയോയിൽ പോകുമ്പോൾ. എന്നിട്ട് ഏകദേശമൊക്കെ അതിനകത്ത് കൊള്ളിക്കുന്ന രീതിയിലാണ് പ്രിൻ്റ് എടുത്തുകൊണ്ട് വരുന്നത്. ഇപ്പോൾ കണ്ടോ, ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റെസിൻ ഇന്നലെ ഒഴിച്ച് വെച്ചതൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ. റെസിൻ ചെയ്യണ സമയത്ത് നന്നായിട്ട് മോൾഡ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീമോൾഡ് ചെയ്യുന്ന സമയത്തും വളരെ എളുപ്പമാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ ബബിൾസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നമ്മൾ ആ സ്പ്രേ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട്. ഇനി ഇത് കണ്ട, ഇതിൻ്റെ എഡ്ജസൊക്കെ കുറച്ച് ചിലതിൻ്റെത് അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്. അത് റെസിൻ ഒഴിക്കണ സമയത്ത് വരുന്നതാണ്, മോൾഡൊക്കെ അനുസരിച്ച് വരും. അപ്പോൾ ഇങ്ങനെ സാൻഡ് ചെയ്യുന്നൊരു ടൂളുണ്ട്. നമുക്കിത് 250 രൂപയെ താഴെ ഉള്ളൂ. ഇതിനകത്ത് ആ നീഡിലില്ല, അത് പല ഷേപ്പിലുള്ളതുണ്ട്. അത് നമുക്ക് മാറ്റി മാറ്റി ഇട്ടിട്ട് പർപ്പസ് അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സാൻഡിങ് ടൂൾ വെച്ചിട്ട് ഞാൻ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് സാൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ സാൻഡിങ് പേപ്പർ ഇല്ലേ, പെയിൻറ്റൊക്കെ അടിക്കുന്നവർ യൂസ് ചെയ്യുന്ന സാൻഡിങ് പേപ്പർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ബബിൾസോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ സാൻഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് കോട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ എഡ്ജസൊക്കെ സാൻഡ് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഡ്ജസ് ഹൈലൈറ്റ് ചെയ്തെടുക്കാമേ. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡെക്കോ മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പല കളറ് കിട്ടുമേ. ഇതിന് 250 രൂപയാണ് ഒരു ഡെക്കോ മാർക്കറിന് വില വരുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആമസോണിൽ നിന്നായിരുന്നേ. ഇതിൻ്റെ ഗോൾഡും സിൽവറും നമ്മൾ ഈ ഒരു കീ ചെയിനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡെക്കോ മാർക്കർ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
അത് ഫ്രഷായിട്ട് വാങ്ങണ സമയത്ത് അതിനകത്തൊരു നീഡിലുണ്ട്, അത് തിരിച്ചിടുക. എന്നിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് കുടഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് ഇങ്ക് ആ നീഡിലിൻ്റെ സൈഡിൽ വരുവേ. അപ്പോൾ എന്നിട്ട് നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്തൊന്നും ആവാത്ത രീതിയിൽ. കാര്യം ഇതൊരു പെർമനൻറ്റ് മാർക്കർ പോലെയാണ്. ഈ മഷിയിൽ ആ പെയിൻറ്റ് അതിനകത്ത് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് പിന്നെയും കുറേ പാട് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ എഡ്ജസൊക്കെ ഒന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ക്ഷമയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ അധിക പണി ചെയ്യാതെ എടുക്കാൻ പറ്റുക. റെസിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ആ ചെയ്യണ സമയത്ത് നമ്മൾ കാണിക്കുന്ന ക്ഷമയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും വെപ്രാളം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പിന്നീട് ഇരട്ടി പണിയായിരിക്കും. മിക്കപ്പോഴും എനിക്കത് അങ്ങനെ പറ്റാറുണ്ട്. അതായത് ഇപ്പം ചെറുതായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മടി കാണിക്കുമ്പോഴത്തേക്കിനും പിന്നീട് അത് ഇരട്ടി പണിയായിട്ട് വരും. അതിനെ കഴിഞ്ഞ് ഭേദം നമുക്ക് ആദ്യമേ തന്നെ അതൊക്കെ ചെയ്തു പോകുന്നതാണ്. 2 എണ്ണത്തിന് ഞാനിവിടെ സിൽവർ കളറാണ് കൊടുത്തേക്കുന്നത്. ഈ ഹാർട്ട് ഷേപ്പിന് ഞാൻ ഗോൾഡൻ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചേ. സിക്സാഗ് ഒക്കെ ആകുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ടോ സ്ക്വയറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമേ. ഇത് ഹാർട്ട് ഷേപ്പിലും വരുന്നത് സിക്സാഗിൻ്റെ ഒരു മോൾഡായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്ജസൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയമൊന്നും അത് ഉണങ്ങാനായിട്ട് വെക്കണേ. ഇത് ഈ എഡ്ജസും കൂടെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് റെസിൻ്റെ വർക്ക് ഒന്നും കൂടി അടിപൊളിയാവുന്നത്. നമ്മളത് പ്ലെയിൻ ആയിട്ട് കാണുന്നതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മുടെ വർക്കിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡെക്കോ മാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കളറെങ്കിലും നമ്മൾ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലിയ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും തീരും ഈ പേനയെ. അപ്പോൾ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഓരോരോ പ്രൊഡക്റ്റായിട്ടൊക്കെ വാങ്ങിച്ച് വെച്ചാൽ മതിയേ. ഇത് കണ്ടോ, നമ്മളെല്ലാ സൈഡും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വെക്കാമേ. ഇത് കണ്ടോ, ഒരു 10-15 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേക്കിന് നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അതെല്ലാം ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഹോൾ ഇടുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, റെക്റ്റാങ്കിൾ ഷേപ്പിൽ മാത്രമേ നമുക്ക് ഹോളുള്ള മോൾഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ബാക്കി 2 എണ്ണത്തിന് നമുക്ക് ഇനി ഹോൾ ഇട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഹോളുള്ളതിന് നമുക്ക് എളുപ്പമാണ്. അതിനകത്തേക്ക് നമുക്ക് കീ ചെയിൻ ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. കീ ചെയിൻസിനൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചേറെ വാങ്ങിച്ച് വെച്ചാൽ നല്ലതായിരിക്കുമേ. ഇങ്ങനത്തെ ചെയിനും കിട്ടും. അതിനകത്തിടുന്ന ചെറിയൊരു റിങ് പോലത്തെ സംഭവമില്ലേ, അത് നമുക്ക് വാങ്ങാൻ കിട്ടുമേ. ഇതിപ്പോൾ ഞാൻ 100 എണ്ണം അങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇവിടെ ഞാനൊരു ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ചെറുതാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ചാർജ് ചെയ്തിട്ടിട്ട് അങ്ങനെ ചാർജ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ചെറിയ ലൈറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഹോളുള്ള മോൾഡ് വാങ്ങിച്ച് വെച്ചാൽ മതി. അതാണ് എളുപ്പം ചെയ്യാനായിട്ട്. ഹോളൊക്കെ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ്, നോക്കിയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് നമ്മളതിനകത്ത് ഹോളൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് റെസിൻ നന്നായിട്ട് ഡ്രൈ ആയി ക്യൂറിങ് കറക്റ്റ് ആണെങ്കിൽ ഹോൾ ഇടുമ്പോഴും അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളേ. ഇതിനി എന്തെങ്കിലും ക്യൂറിങ്ങിന് പ്രശ്നമുണ്ട് ഇന്നർ ലെയറിനകത്തുണ്ടെങ്കിൽ നമ്മൾ ഹോൾ ഇടുന്ന സമയത്ത് ഇതിങ്ങനെ കുഴഞ്ഞിരിക്കണ പോലെ വരും. അത് ഒരു ഇംപെർഫെക്ഷനാണ് നമുക്ക് കാണുന്ന സമയത്തും കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ക്യൂറിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കീയുടെ ചെയിൻ ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ ആ റിങ് ഇടുക, എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചെയിൻ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് ആ റിങ്ങില്ലേ അത് നമ്മൾ ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതിയേ. അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ഒരു ഇൻകം ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്